ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ഫതു. വൈപ്പിലെ ഇളങ്ങുന്നപ്പുഴയിലുള്ള സ്റ്റുഡിയോ ആണ് കേട്ടോ ഇത്. ദീപാവലിക്കുണ്ടായ ഓഫേഴ്സൊക്കെ ചിലത് ഇപ്പോഴും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, കിഡിലും കളക്ഷൻസ് ആണ് കേട്ടോ ടീഷർട്ടിൻ്റെയൊക്കെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഡേ ഞാൻ വെസ്റ്റ് സൈഡ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് പ്രൈസ്ലിയാണ്, കളക്ഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഡ്രസ്സസ് ആണ് അവിടെ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് സുഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കൂടുതലും സുഡിയോ വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യുന്നതും സുഡിയോന്ന് തന്നെയാണ്. സ്റ്റുഡിയോൻ്റെ മെഗാ സെയിൽ ഉണ്ടായിരുന്നു, ഓഗസ്റ്റിലായിരുന്നു. അന്ന് വന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ തൂത്ത് വാരിയിട്ടാണ് പോയത്. കുറച്ച് ടീഷർട്ട്സ്, ജീൻസ്, ചെപ്പൽസ്, ഷൂസ് എല്ലാം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന്. വെറൈറ്റീസ് ഓഫ് കളേഴ്സിൽ ഫുൾ സ്ലീവും ഹാഫ് സ്ലീവും ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ടേ. കഴിഞ്ഞ പർച്ചേസിൻ്റെ ദീപനെ ഞാൻ പൊക്കിയതാണ് കേട്ടോ. ഈ രണ്ട് കളർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബ്ലൂവും ഈ ഓഫ് ബ്ലാക്കും എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് വാഷ് ചെയ്തിട്ടൊന്നും കളർ ഫെയ്ഡായിട്ടൊന്നുമില്ല, സൂപ്പറായിരുന്നു കേട്ടോ. $249 കോംബോ ആയിട്ടാണ് ഇന്നേഴ്സ് കിട്ടുന്നത്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ക്വാളിറ്റി വൈസ് ഒക്കെ ഓക്കെ ആണ് കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞാലൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. വർക്കൗട്ടിന് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഇന്നേഴ്സ് ബെസ്റ്റ് ഓപ്ഷനാണ്, കംഫർട്ടബിളും ആയിരിക്കും. 399 ഒരുപാട് കുർത്തീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ പിങ്ക് കുർത്തി കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഈ ക്രോപ്പ് ടോപ്പ് കാണാൻ നൈസായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് സ്കേർട്ട്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ബ്ലാക്ക് സ്കേർട്ടൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പ്രിൻറ്റ് കണ്ടിട്ട് കുറച്ച് ഫെയ്ഡ് ആവുമെന്ന് തോന്നുന്നുണ്ടായിരുന്നേ. നൈറ്റ് വെയേഴ്സിൻ്റെ കംഫർട്ട് വന്നിട്ട് സൂപ്പറാണ്. ഞാൻ ഓഗസ്റ്റിൽ വന്നപ്പോൾ ഒരു 4 ഷെയ്ഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനെയാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ളത്. ഇവനെ ഞാൻ ഓഗസ്റ്റിൽ പൊക്കിയതാണ്. ഇത് നല്ല കംഫർട്ടബിളാണ്. ഓഫീസിൽ ഡെയിലി വെയറിന് ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. $299 നല്ല ഒത്തിരി സാൻഡൽ കളക്ഷൻ ഉണ്ട്. 399 ആണെങ്കിലും 499 എല്ലാ വേരിയൻറ്റിലുള്ളത് ഉണ്ട് കേട്ടോ.
കോസ്മെറ്റിക്സിൻ്റെ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഗേൾസ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഏരിയയിലായിരിക്കും. ലിപ്സ്റ്റിക്കിൻ്റെ ഒരുപാട് കളർ വേരിയൻസ് ഉണ്ട് കേട്ടോ. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിലും ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിലും പല ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ഉണ്ട്. കോസ്മെറ്റിക്സിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് 49, 79, 99, 199 ഈ ഒരു പ്രൈസ് റേഞ്ചാണ്. ഒരു 1000 റേഞ്ചിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ കൂടെ കൂട്ടാനായിട്ട് പറ്റും. അത്രയും അഫോർഡായിട്ടാണ് എല്ലാം നമുക്കിവിടെ പ്രിപ്പയർ ചെയ്തവർ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് ജെൻസിൻ്റെ ടീഷർട്ട്സ്, പാൻസ്, ഷൂസ്, ചെപ്പൽസ് ഇതാണ് കേട്ടോ ഉള്ളത്. ഒരുപാട് കളക്ഷൻസും ഉണ്ടായിരുന്നു. നല്ല അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ്. ജെൻസിനാണെന്നുണ്ടെങ്കിലും മസ്റ്റായിട്ട് നിങ്ങളൊന്ന് വന്ന് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും സെലക്ഷൻസ് ഉണ്ടായിരുന്നേ. ചെറിയ പോർഷനിൽ കിഡ്സിൻ്റെ ഡ്രസ്സസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിചാരിച്ചിട്ട് ക്വാളിറ്റി വൈസിൽ കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടോ. ബെറ്റർ ക്വാളിറ്റിയാണ്. ജെൻസിൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് ആധികാരികമായി ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. ടീഷർട്ട്സ് എല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. ഷർട്ട്സ് ആണെങ്കിലും 399, 499, 199 ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. മുതൽ 14 വയസ്സ് വരെ ഇടാൻ പറ്റിയ കുഞ്ഞുകുട്ടികളുടെ ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അതും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉള്ളതാണ്. 179, 399, 149 അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ.
ആയിട്ടുള്ള ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ 149ഉം 179ഉള്ള ഈ ടീഷർട്ട് ക്രോപ്പ് ടോപ്പൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സസ്സാണ് കേട്ടോ കുഞ്ഞു കുട്ടികളുടേതിലും കൊടുത്തിട്ടുള്ളത്. മിറർ കണ്ടപ്പോൾ ഒന്ന് തോന്നി, ഒന്ന് ചുന്ദരി ആയിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ എന്നെ കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന്. സ്റ്റുഡിയോയിലൊക്കെ കയറുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും നമ്മളെ കാണാൻ. ആ ഒരു ലൈറ്റിൻ്റെയാണ്. ഇക്കാക്ക് ഒരു 2-3 ഷർട്ട് ഇട്ട് നോക്കി കേട്ടോ. ഈ ഒരു ഷർട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ചെറുതായിരുന്നു. ഇക്കാക്ക് ഈ ഒരു ഷർട്ടും ഒരു ഗ്രീൻ ഷർട്ടും ആണ് എടുത്തത്. പിന്നെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ മിററിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഷോഫൊക്കെ ഉണ്ടാവുമല്ലോ. എന്നോട് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലൊക്കെ വെച്ചിട്ടില്ലേന്ന്. ഈ ഒരു ഷർട്ട് കൂടെ നമ്മൾ എടുത്തു കേട്ടോ. ഓഗസ്റ്റിൽ നല്ല തകർപ്പം പർച്ചേസ് ചെയ്തുകൊണ്ട് ഇപ്പം എന്തായാലും ബിഗ്ഗസ്റ്റ് പർച്ചേസ് ഒന്നും നടത്തുന്നില്ല. എനിക്ക് ഇത്ര രസമായിട്ട് തോന്നിയിട്ടുള്ളത് സ്റ്റുഡിയോൻ്റെ ലിഫ്റ്റാണ് കേട്ടോ. ഈ ലിഫ്റ്റിനകത്തുള്ള ലൈറ്റൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മളെ കാണാനായിട്ട്. ഞാൻ ഇക്കാക്കാണ്ട് പറയുന്നു, ദേ അങ്ങോട്ട് നോക്കിയേ, നമുക്ക് കുറച്ച് ഷോ ഓഫൊക്കെ കാണിക്കണ്ടേന്ന്. അങ്ങനെ ഞങ്ങളുടെ ഷോ ഓഫൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ താഴത്തേക്ക് ഇറങ്ങുവാണ്. ഞങ്ങളുടെ കുട്ടി പർച്ചേസ് ഇവിടെ കഴിയുവാണ് കേട്ടോ. ടൈം ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. ടാറ്റയുടെ ഔട്ട്ലെറ്റ് കാണാൻ നല്ല രസമല്ലേ. സ്റ്റുഡിയോ ആണെങ്കിലും വെസ്റ്റ് സൈഡ് ആണെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടായിരിക്കും ഇത്ര ഭംഗി. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.